ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മഴ ശക്തം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 1000-ലേറെ പേർ. 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ രാജ്യത്തെ യുവാക്കൾ ശാരീരിക മാനസിക ഉണർവോടെ മുന്നേറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ന് സമാപിക്കും. 13 സ്വർണവുമായി ഇന്ത്യ 4ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഒഡീഷയിലെത്തും. കട്ടക്, ഭുവനേശ്വർ, ബ്രഹ്മപൂർ, ഗഞ്ചം ജില്ലകളിൽ വിവിധ വിദ്യാഭ്യാസ, സാംസ്കാരിക, ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഒഡീഷയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതലമുറ ലഹരി വസ്തുക്കളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. घर का कोई बच्चा अगर नशे का शिकार बन गया है तो इसे सामाजिक प्रतिष्ठा की आड़ में छिपाए नहीं. जिसकी जरूरत हो उसका सहयोग मांगे, मन खोल करके उससे बात करें. जो एक्सपर्ट हैं उनका सहयोग लें. मेडिकल हेल्प से अपने बच्चे को नशे से मुक्त कराने का प्रयास करें. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് 8 മരണം സ്ഥിരീകരിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സഹായം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഏതു സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മഴ തുടരുകയാണ്. ഇന്നലെ വെള്ളക്കെട്ടിൽ വീണ ചികിത്സയിലായിരുന്ന കാപ്പാട് സ്വദേശിയായ 2 വയസ്സുകാരൻ മരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് ജില്ലയിൽ വെള്ളക്കെട്ടുകൾ ഇനിയും മാറിയിട്ടില്ല. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിന് സമയം ഓട്ടോ വെള്ളത്തിൽ വീണെങ്കിലും ഡ്രൈവർ നീന്തി രക്ഷപ്പെട്ടു. ജില്ലയിൽ 26 ക്യാമ്പുകളായി 563 പേരാണ് കഴിയുന്നത്. മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള ഈ വർഷത്തെ എല്ലാ മത്സരങ്ങളും പ്രതികൂല കാലാവസ്ഥ കാരണം റദ്ദാക്കി. കക്കയം ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ഇപ്പോഴും നീരൊഴുക്ക് തുടരുന്നതിനാൽ ഡാമിലെ ജലനിരപ്പ് അതിന്റെ പൂർണ്ണ സംഭരണശേഷിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ സാധ്യതയുള്ളതിനാലും ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ പറഞ്ഞു. കേരളത്തിൽ വിവിധ ജില്ലകളിലെ 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേരാണ്. എല്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ കൺട്രോൾ റൂം അറിയിച്ചു. ഗുജറാത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 33 അണക്കെട്ടുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. NDRF, SDRF സംഘങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അതേസമയം മഹാനദിയിലെ ജലനിരപ്പ് താഴ്ന്നതോടെ ഒഡീഷയിലെ പ്രളയ സാഹചര്യത്തിൽ നേരിയ ശമനം. 8 ലക്ഷത്തിലധികം പേരെ പ്രളയം ബാധിച്ചിട്ടുണ്ട്. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ മികച്ച പ്രതിരോധശേഷി പ്രകടിപ്പിച്ചതായി RBI പണനയ സമിതി യോഗത്തിന് മുന്നോടിയായി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഇതെന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ ട്രംപിന്റെ അവകാശവാദം തള്ളിക്കളഞ്ഞ ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ സൈനിക നടപടികൾ മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ട് ബോധപൂർവമായ അഭ്യർത്ഥന നടത്തിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ദേശീയ പതാകയുടെ ശില്പിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ പിങ്കളി വെങ്കയ്യയുടെ ജന്മവാർഷികത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന് ആദരമർപ്പിച്ചു. ഉത്തമ ഗാന്ധിയനായ പിങ്കളി വെങ്കയ്യ ത്രിവർണ്ണ പതാകയിലൂടെ ഓരോ ഭാരതീയനിലും അഭിമാനം ഉണർത്തുന്നതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. രാജ്യസേവനത്തിനായി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കാൻ പിങ്കളി വെങ്കയ്യയുടെ പരിശ്രമങ്ങൾ എന്നും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് മേധാവിമാരുടെ യോഗം നാളെ ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ ആരംഭിക്കും. 2 ദിവസമാണ് യോഗം ചേരുക. സ്റ്റാറ്റിസ്റ്റിക്കൽ മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തലാണ് യോഗം ലക്ഷ്യമിടുന്നത്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ന് സമാപിക്കാനിരിക്കെ ഇന്ത്യ 4ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവുമടക്കം മികച്ച പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. വിശദാംശങ്ങളിലേക്ക്. പാരാ പവർ ലിഫ്റ്റിംഗിൽ ഛാണ്ടു കുമാറാണ് വെങ്കലത്തിലൂടെ ഇക്കുറി ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയത്. വനിതകളുടെ 48 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഒന്നാമതെത്തി മീരാബായ് ചാനു ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടത്തിന് തുടക്കം കുറിച്ചു. വനിതകളുടെ ഷോട്ട്പുട്ടിൽ ഷർമിള ഥങ്കർ പാരാ അത്ലറ്റിക്സിലെ ഇന്ത്യയുടെ ആദ്യ സ്വർണം നേടി. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഓട്ടത്തിൽ ദിലീപ് ഗാവിത്, ജൂഡോയിൽ അസ്മിത ഡേ, ഹർഷ സിംഗ്, പാരാ ഷോട്ട്പുട്ടിൽ സോമൻ റാണ എന്നിവർ ഇന്ത്യയ്ക്കായി സ്വർണം നേടി. ബോക്സിംഗിൽ പ്രീതി പവാർ, ജെയ്സ്മിൻ ലംബോറിയ, സാക്ഷി ചൌധരി, പ്രിയ ഖങ്കാസ്, അരുന്ധതി ചൌധരി, സച്ചിൻ സിവാജ്, അങ്കുഷ് പങ്കാൽ എന്നിവരും സ്വർണ്ണമണിഞ്ഞു. മെഡൽ പട്ടികയിൽ 68 സ്വർണവുമായി ഓസ്ട്രേലിയ 1ാം സ്ഥാനത്ത് തുടരുകയാണ്. 26 സ്വർണവുമായി ഇംഗ്ലണ്ട് 2ാം സ്ഥാനത്തും 18 സ്വർണവുമായി കാനഡ 3ാം സ്ഥാനത്തുമാണ്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. മുട്ടിനേറ്റ പരിക്കിനെ തുടർന്ന് ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ കളിക്കില്ല. ഈ മാസം 15-നാണ് ശ്രീലങ്കൻ പര്യടനം ആരംഭിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരെ ലോർഡ്സിൽ നടന്ന ഏകദിന മത്സരത്തിനിടെയാണ് ബുംറയ്ക്ക് പരിക്കേറ്റത്. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. നിറപുത്തരി പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് തുറന്നു. പമ്പയിലെ അപകട സാധ്യത കണക്കിലെടുത്ത് തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തി ദർശനം പരമാവധി ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. പമ്പാ നദിയിലെ പ്രളയ സാധ്യത മുൻനിർത്തി നദികളിൽ ഇറങ്ങുന്നതും കുളിക്കടവുകൾ ഉപയോഗിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. അസമിൽ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സംവിധാനത്തിന് ഇന്ന് തുടക്കമായി. sc.census.gov.in എന്ന പോർട്ടൽ വഴി പൌരന്മാർക്ക് ഈ മാസം 16 വരെ വിവരങ്ങൾ ഓൺലൈനായി നൽകാം. 17-ന് സെൻസസിന്റെ ആദ്യഘട്ടമായ ഭവന വിവര പട്ടിക തയ്യാറാക്കൽ ആരംഭിക്കും. ഇന്ത്യയുടെ ഭൌമസൂചിക ടാഗുള്ള കൈത്തറി കരകൌശല ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായി ടെക്സ്റ്റൈൽ മന്ത്രാലയം ബുധനാഴ്ച ന്യൂഡൽഹിയിൽ GI ആൻഡ് ബിയോണ്ട് 2.0 ഉച്ചകോടി സംഘടിപ്പിക്കും. പ്രാദേശിക അന്തർദേശീയ വിപണികളിൽ ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഉച്ചകോടി ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ 3 ഗവേഷണ സ്ഥാപനങ്ങൾക്കും 33 ജൈവ വൈവിധ്യ ബോർഡുകൾക്കും ജൈവ വൈവിധ്യ കൌൺസിലുകൾക്കുമായി 8.22 കോടി രൂപ അനുവദിച്ചു. ജൈവ വിഭവങ്ങളുടെ ഉപയോഗത്തിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങൾ തുല്യമായി പങ്കിടാനുള്ള പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായാണ് ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റി തുക വിതരണം ചെയ്തതെന്ന് പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ കൽക്കരി ഉൽപ്പാദനത്തിൽ ജൂലൈ മാസം 7.51% വളർച്ച രേഖപ്പെടുത്തിയതായി കൽക്കരി മന്ത്രാലയം. കഴിഞ്ഞ മാസം ആകെ കൽക്കരി ഉൽപ്പാദനം 69.75 ദശലക്ഷം ടണ്ണിലെത്തി. 2026 ജൂലൈയിൽ വിതരണം ചെയ്ത കൽക്കരിയുടെ അളവിലും കഴിഞ്ഞ വർഷത്തേക്കാൾ 17.34% വർധന രേഖപ്പെടുത്തി. കോങ്കോയിലെ എബോള വ്യാപനം നിയന്ത്രണാതീതമായി തുടരുന്നതായി ലോകാരോഗ്യ സംഘടന. രോഗബാധിതരുടെ എണ്ണം, അയൽ രാജ്യങ്ങളിലേക്ക് രോഗം പടരാനുള്ള സാധ്യത എന്നിവയിലെ വർധന ആശങ്കാജനകമാണെന്ന് WHO മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ആഴ്ച വരെ 3605 കേസുകളും 1587 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മഴ ശക്തം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 1000-ലേറെ പേർ. 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ രാജ്യത്തെ യുവാക്കൾ ശാരീരിക മാനസിക ഉണർവോടെ മുന്നേറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.
ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ന് സമാപിക്കും. 13 സ്വർണവുമായി ഇന്ത്യ 4ാം സ്ഥാനത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.